ഹലോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അനലിറ്റിക് ഫങ്ഷൻസ് എന്താ എന്നുള്ളത് നോക്കാം. ഓക്കെ. ഇപ്പം ഫങ്ഷൻ is said to be analytic if that function f is differentiable at z naught and at every point in some neighborhood of z naught. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ഈ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻസ് പല ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ചില ടൈപ്പിന് നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് അനലിറ്റിസിറ്റി അറ്റ് എ പോയിന്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. കോംപ്ലക്സ് ഫംഗ്ഷൻ w is equal to f of z. നമ്മൾ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് z ആണ് നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പർ. സോ അതിലുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ കോംപ്ലക്സ് ഫംഗ്ഷന് നമ്മൾ w എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ആൻഡ് ദിസ് is said to be analytic at a point z naught. ഈ z naught എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് ആണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ if f is differentiable at z naught and at every point in some neighborhood of z naught. അപ്പം നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി എന്താന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ അനലിറ്റിക് ആണ് എന്ന് പറയണമെങ്കിൽ z naught എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ z naught ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. z naught മാത്രം പോരാ, z naught ഏതെങ്കിലും ഒരു നൈബർഹുഡിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു നൈബർഹുഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ നൈബർഹുഡിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സിലും ഇത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ നൈബർഹുഡിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റൂ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഫംഗ്ഷൻ is said to be analytic at a point z naught if f is differentiable at z naught and at every point in some neighborhood of z. Okay. ഈ ഫംഗ്ഷൻ f is analytic in a domain. അപ്പോ നമ്മളിപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഈ ഫംഗ്ഷൻ നമ്മളുടെ എക്സ് വൈ പ്ലെയിനിൽ ഒരു ഫംഗ്ഷൻ വരച്ചു. അപ്പൊ ഈ ഫംഗ്ഷൻ ഈ ഒരു പോയിന്റിൽ അനലിറ്റിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ പോരാ, അതിന്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ആ നൈബർഹുഡിലുള്ള എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്താണ്, ഈ നൈബർഹുഡിൽ z naught എന്ന് പറയുന്ന പോയിന്റിലും അതിന്റെ ഒരു നൈബർഹുഡിലും ഫുള്ളി ദിസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഒരു ഡൊമെയിൻ ഡിയിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, ആ ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും ആണ്. അങ്ങനെയുള്ള എല്ലാ പോയിന്റ്സിന്റെ ഏതെങ്കിലും ഒക്കെ നൈബർഹുഡിലും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പൊ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്നുള്ളത് പറയാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണോ? അപ്പോ നമ്മള് ഇപ്പൊ എന്താ പറഞ്ഞത്, ഫംഗ്ഷൻ അനലിറ്റിക് ആവണം, അതല്ലാണ്ട് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയാൽ മാത്രം പോരാ. z naught എന്ന് പറയുന്ന പോയിന്റ് ഡിഫറൻഷ്യബിൾ ആയാൽ മാത്രം പോരാ, ആ ഒരു z naught എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണം. അതിന്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡിൽ മതി. ഇന്ന പെർട്ടിക്കുലർ നൈബർഹുഡിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു നൈബർഹുഡിൽ തന്നെ ആ ഫംഗ്ഷൻ ഫുള്ളി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പെർട്ടിക്കുലർ പോയിന്റ് z naught നമുക്ക് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ഡൊമെയിൻ, ഇപ്പൊ നമ്മൾ ഇതാണ് ഒരു ഡൊമെയിൻ ഡി ആയിട്ട് കൺസിഡർ ചെയ്തതെങ്കിൽ ഈ ഡൊമെയിനിന്റെ ഉള്ളിലുള്ള ഓരോ പോയിന്റ്സിലും നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഓരോ പോയിന്റ്സിലും എന്തായിരിക്കണം, ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് ഇൻ ദാറ്റ് ഡൊമെയിൻ ക്യാപിറ്റൽ ഡി എന്നുള്ളത് പറയാം. ഓക്കെ. ഇനി ഒരു ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ
കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്ലെയിൻ, ദാറ്റ് മീൻസ് നമ്മൾ അതിനെ ഒരു സെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഇത് വലിയത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോംപ്ലക്സ് പ്ലെയിൻ ആണ്, അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു കോംപ്ലക്സ് പ്ലെയിനിലുള്ള എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എല്ലാ പോയിന്റ്സിലും ഉണ്ടാവണം. അങ്ങനെ എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിലും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. therefore we can say that function is an entire function എന്നുള്ളത് പറയാം. മനസ്സിലായോ? ഒരു ഡൊമൈൻ ഡൂയിങ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്സെറ്റ് എടുത്തു, ആ സബ്സെറ്റിലുള്ള ഓരോ പോയിന്റ്സിലും അത് അനലിറ്റിക് ആണെങ്കിൽ ഫുള്ളി ആ സെറ്റ് അനലിറ്റിക് ആണെന്നുള്ളത് പറയാൻ പറ്റി ആ ഡൊമൈനിൽ. അതല്ലാണ്ട് ഫുൾ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ ആ കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഓരോ പോയിന്റ്സിലും അനലിറ്റിക് ആണെങ്കിൽ ആ കോംപ്ലക്സ് പ്ലെയിനിലുള്ള എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണെന്നല്ലേ കിട്ടിയത്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഫംഗ്ഷൻ ഇസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ എന്നുള്ളത് പറയാം. ഓക്കെ, അതേമാതിരി നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയപ്പോൾ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് സ്ക്വയറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡിഫറൻഷ്യബിൾ സെറ്റ് ഇസ് ഈക്വൽ ടു 0 മാത്രമേ ഡിഫറൻഷ്യബിൾ ഉള്ളൂ, വേറെ എവിടെയും അത് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തല്ല? അനലിറ്റിക് അല്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞത് കോംപ്ലക്സ് പ്ലെയിൻ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ പോയിന്റ് 0 മാത്രമേ അത് അനലിറ്റിക് ആയിട്ട് വരുന്നുള്ളൂ, അല്ലെ? 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ ഇത് അനലിറ്റിക് ആയിട്ട് വരുന്നുള്ളൂ. അല്ലാണ്ട് 0ന്റെ ഒരു നൈബർഹുഡിലുള്ള വേറെ ഒരു പോയിന്റ്സിലും അനലിറ്റിക് അല്ല. 0 അല്ലാണ്ട് ആ പ്ലെയിനിലുള്ള ഒരു പോയിന്റിലും അത് അനലിറ്റിക് അല്ല. അപ്പൊ നമ്മൾ 0ക്ക് എങ്ങനെ നൈബർഹുഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ നൈബർഹുഡിൽ അത് അനലിറ്റിക് ആണെങ്കിലേ, ഡിഫറൻഷ്യബിൾ ആണെങ്കിലേ നമുക്ക് സെറ്റ് ഈസ് ഈക്വൽ ടു 0 അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോറി, ഞാൻ അനലിറ്റിക് അല്ല പറഞ്ഞ്, 0 ഡിഫറൻഷ്യബിൾ ആണ്. പക്ഷെ 0ന്റെ എന്നല്ല, വേറെ ഒരു പോയിന്റിലും 0 അല്ലാതെ കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു പോയിന്റിലും ദിസ് ഗിവൺ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പൊ അനലിറ്റിക് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട്. 0 അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ എന്താണ്? 0 അല്ലാണ്ട് 0ത്തെ ഒരു നൈബർഹുഡിലും കൂടിയും അത് ഡിഫറൻഷ്യബിൾ ആവണം. പക്ഷെ 0 അല്ലാണ്ട് വേറെ ഒരു പോയിന്റ് ഇത് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ 0ന്റെ നമ്മൾ എങ്ങനെ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ഒരു നൈബർഹുഡിലും ഇത് ഡിഫറൻഷ്യബിൾ ആയിട്ട് കിട്ടുന്നില്ല. therefore this function is not analytic at 0. വേറെ ഒരു ഭാഗത്ത് പിന്നെ അനലിറ്റിസിറ്റി നോക്കുക വേണ്ട, കാരണം വേറെ ഒരു പോയിന്റിലും അത് ഡിഫറൻഷ്യബിളേ അല്ല. 0 ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ 0 അനലിറ്റിക് ആണോ നോക്കാൻ എന്ത് ചെയ്തു? നമ്മള് 0ന്റെ ഒരു നൈബർഹുഡ് നോക്കി, പക്ഷെ ആ നൈബർഹുഡിലൊന്നും ഇത് അനലിറ്റിക് ഡിഫറൻഷ്യബിൾ അല്ല. therefore 0ലും ഇത് അനലിറ്റിക് അല്ല. therefore f of z is equal to mod z square എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും അനലിറ്റിക് അല്ല. therefore this is nowhere analytic. nowhere analytic ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് f of z is equal to mod z square. അപ്പൊ അനലിറ്റിക് അല്ലാത്ത ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? f of z is equal to mod z square എന്നുള്ളത് പറയാം. ഓക്കെ, പോളിനോമിയൽ ഫങ്ഷൻസ് ഒക്കെ എല്ലാ പോയിന്റ്സിലും എല്ലാ സെറ്റിലും അനലിറ്റിക് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവിടെയും അത് അനലിറ്റിക് ആണെന്ന് പറയാം. സോ ദാറ്റ് ഇസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ വരിക? പോളിനോമിയൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സം പോളിനോമിയൽ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ സെറ്റ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 3 നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് വരാം. ഒരു പോളിനോമിയൽ ആയിരിക്കും അവിടുത്തെ ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ. പി ഓഫ് എക്സ് എന്നൊക്കെ നമ്മൾ എക്സിലുള്ള പോളിനോമിയൽ പറയണില്ലേ, അതുമാതിരി ഇവിടെ സെറ്റിൽ പറയണം. കാരണം കോംപ്ലക്സ് ഫംഗ്ഷനാണ് നമ്മൾ പറയുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സിലാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പോളിനോമിയൽ ഫംഗ്ഷൻസ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സം പോളിനോമിയൽ ഇൻ സെറ്റ്, അങ്ങനെ എന്ത് പോളിനോമിയൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഇപ്പൊ ഈ എടുത്തിട്ടുള്ള ഒരു പോളിനോമിയൽ ആണ് സെറ്റ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 3 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണ്. ഇങ്ങനെ ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് എല്ലാവരുടെയും ഡിഫറൻഷ്യബിൾ ആണ്.
അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം, ഫുൾ കോംപ്ലക്സ് പ്ലെയിനിലുള്ള എല്ലാ പോയിന്റ്സിലും അത് ഡിഫറൻഷ്യബിൾ ആയിട്ട് വരുന്നുണ്ട്. therefore that is an example of an entire function. ഓക്കെ, അതേമാതിരി ഒരു ഫ്രാക്ഷണൽ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ കാരണം നമുക്ക് അറിയാലോ, ഇതിന്റെ പോളിനോമിയൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെന്ന് വെച്ചാൽ 2z + 2 + 3 അങ്ങനെ ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്താലും അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പോളിനോമിയൽ. പക്ഷെ അതെല്ലാം സെറ്റിലുള്ള പോളിനോമിയൽസ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ കിട്ടുന്നുണ്ട്. എല്ലാ പോളിനോമിയൽസിനും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസിനെയൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ പോയിന്റ് സെറ്റിലും polynomial functions differentiable ആണെന്ന് പറഞ്ഞത്. So polynomial functions are differentiable at every point z. Therefore they are called entire functions. അപ്പോൾ entire function ഉള്ള ഒരു എക്സാമ്പിൾ ആണ് ഇനി polynomial function. ഇനി അതേമാതിരി നമ്മൾ രണ്ട് അനലിറ്റിക് ഫംഗ്ഷൻസ് തന്നു എന്ന് വിചാരിക്കാം. നമുക്ക് f of z ഉം g of z എന്നും പറഞ്ഞിട്ട് രണ്ട് അനലിറ്റിക് ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ ഈ രണ്ട് അനലിറ്റിക് ഫംഗ്ഷൻസിന്റെ സം എന്ന് പറയുന്നത് f of z plus g of z എന്ന് പറയുന്നത് അനലിറ്റിക് ആയിരിക്കും. അതേമാതിരി തന്നെ അവരുടെ പ്രൊഡക്റ്റ് f of z into g of z എന്ന് പറയുന്നതും അനലിറ്റിക് ആയിരിക്കും. അപ്പൊ രണ്ട് അനലിറ്റിക് ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ രണ്ട് അനലിറ്റിക് ഫംഗ്ഷൻസിന്റെ സമ്മും അനലിറ്റിക് ആണ്, പ്രൊഡക്റ്റും അനലിറ്റിക് ആണ്. ഓക്കെ, സമ്മും പ്രൊഡക്റ്റും നമുക്ക് അനലിറ്റിക് ആയിട്ടാണ് കിട്ടുന്നത്. അതേമാതിരി രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ കോഷ്യന്റ് എടുത്തു നമ്മൾ. അപ്പോ രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് പറയാം. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാഷണൽ ഫംഗ്ഷൻ ആണെന്നുള്ളത് പറയാം. അപ്പൊ അത് നമുക്ക് നോക്കാം എങ്ങനെയാ അത് ഡിഫൈൻ ചെയ്യുക. അങ്ങനെയൊന്നും അല്ല, ഞാൻ അത് അനലിറ്റിക് ആണോ അല്ലയോ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് f of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം p of z divided by g of z ആണെന്ന് സപ്പോസ് ചെയ്യാം. p of z divided by g of z ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു കോഷ്യന്റ് ഫംഗ്ഷൻ ആണ്. കാരണം രണ്ട് പോളിനോമിയൽസ് p g എന്ന് പറയുന്ന രണ്ട് പോളിനോമിയൽസിന്റെ കോഷ്യന്റ് ആണ് p of z by g of z എന്ന് പറയുന്നത്. സോ നാച്ചുറലി ഇത് എന്തായിട്ടാണ് വരുന്നത്, രണ്ട് പോളിനോമിയൽസ് ആണ്. സോ അഗെയിൻ ദിസ് ഇസ് എ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് റാഷണൽ ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഏതൊരു റാഷണൽ ഫംഗ്ഷനും ഡൊമെയിനിലുള്ള അത് ഡിഫൈൻ ചെയ്യുന്ന ഡൊമെയിനിലെ എല്ലാവരുടെയും അനലിറ്റിക് ആയിരിക്കും എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ് g of z is equal to 0 അല്ലെങ്കിൽ g of z നോൺ സീറോ ആയിട്ട് വരുന്ന, അങ്ങനെ പറഞ്ഞാൽ മതി, g of z നോൺ സീറോ ആയിട്ട് വരുന്ന ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും, റാഷണൽ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഡൊമെയിൻ തന്നിട്ടുണ്ട്, ഈ ഡൊമെയിനിൽ g of z നോൺ സീറോ ആയിട്ട് വരുന്ന എല്ലാ പോയിന്റ്സിലും ദിസ് f of z എന്ന് പറയുന്ന റാഷണൽ ഫംഗ്ഷൻ എന്തായിരിക്കും, അനലിറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് ആണ് എന്നുള്ളത് പറയാൻ പറ്റും അറ്റ് എവറി പോയിന്റ് ഇൻ ദ ഡൊമെയിൻ വേർ g of z is നോൺ സീറോ. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ അനലിറ്റിസിറ്റി എങ്ങനെയാ ചെയ്യാന്ന് അറിയണ്ടേ നമുക്ക്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം, എങ്ങനെയാണ് നമ്മൾ അനലിറ്റിസിറ്റി പറയുക എന്നുള്ളതിന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ദാറ്റ് യു ആർ ഗിവൺ f of z is equal to z divided by z minus 3i. അപ്പൊ തന്നത് എന്താണ്, z divided by z minus 3i തന്നിട്ടുണ്ട്. അനലിറ്റിക് അല്ലാത്ത പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, റാഷണൽ ഫംഗ്ഷൻ എവിടെയൊക്കെ അനലിറ്റിക് ആണെന്നാ നമ്മൾ പറഞ്ഞത്, at every point in the domain where g of z is not equal to 0. അപ്പൊ അനലിറ്റിക് അല്ലാത്ത പോയിന്റ് ഏതാണ്, g of z 0 ആവുന്ന പോയിന്റ് ആണ്.
അപ്പൊ ഇവിടുത്തെ g ഓഫ് z എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ g ഓഫ് z എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? അല്ല, g ഓഫ് z എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഇവിടെ ഡിനോമിനേറ്ററിലത്തെ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് z മൈനസ് 3i എന്ന് പറയുന്നതാണ്. ഇത് എപ്പോഴാണ് 0 ആവുക? This g of z is equal to 0 implies z minus 3i is equal to 0. That is z is equal to 3i എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ഈ ഡിനോമിനേറ്റർ 0 ആയിട്ട് വരുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ 0 ആയിട്ടുള്ള പോയിന്റിൽ മാത്രമാണ് എന്തായിട്ട് വരുന്നത്? ഇത് അനലിറ്റിക് അല്ലാണ്ട് വരുന്നത്. അപ്പൊ ഏത് പോയിന്റിലാണ് അനലിറ്റിക് അല്ലാതെ പറയുന്നത്? z is equal to 3i എന്ന് പറയുന്ന പോയിന്റിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ f എന്തല്ല? അനലിറ്റിക് അല്ല. ഓക്കെ, അപ്പൊ അതേമാതിരി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം കൂടി നോക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of z is equal to z cube plus z divided by z square plus 4. ഓക്കെ, z square plus 4. അപ്പൊ എന്താ തന്നിട്ടുള്ളത്? z cube plus z is equal to z square plus 4. ഓക്കെ, ശരി. അപ്പൊ എഗെയിൻ എന്താണ് ഇവിടെ p ഓഫ് z ബൈ q ഓഫ് z ആണ് എടുക്കണമെങ്കിൽ ഡിനോമിനേറ്റർ നോൺ സീറോ വരുന്ന പോയിന്റ്സിൽ 0 വരുന്ന പോയിന്റ്സിൽ മാത്രമാണ് ഇത് അനലിറ്റിക് അല്ലാത്തത്. അപ്പൊ നോക്കാം, z സ്ക്വയർ പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? അവിടെയാണ് അനലിറ്റിക് അല്ലാണ്ട് വരിക. അപ്പൊ എന്ത് വരും? z സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4. z square is equal to minus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z is equal to plus or minus 2i അല്ലേ? കാരണം റൂട്ട് മൈനസ് 4 ആണ്. റൂട്ട് മൈനസ് 4 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 4i അല്ലേ? റൂട്ട് മൈനസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് മൈനസ് 1 ഇൻറ്റു റൂട്ട് 4 ആണ്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് ഓർ മൈനസ് 2 ആണ്. റൂട്ട് മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണെന്ന് അറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 1 ഐ ആണ്. സോ രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 2i. അപ്പൊ z is equal to പ്ലസ് 2i ആൻഡ് z is equal to മൈനസ് 2i എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പൊ ഞാൻ രണ്ട് പ്രോബ്ലംസ് തരാം, അതൊന്ന് തനിയെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, f of z is equal to 2i divided by z square minus 2z plus 5iz. Okay, 2i divided by z square minus 2z plus 5iz. ഇത് ഫസ്റ്റ് വൺ. രണ്ടാമത്തത് f of z is equal to z minus 4 plus 3i divided by z square minus 6z plus 25. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസും തനിയെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഫൈൻ. അപ്പം ഇതോടെ നമ്മുടെ അനലിറ്റിസിറ്റി എന്താണ്, എങ്ങനെ അനലിറ്റിക് ഫംഗ്ഷൻ എന്നുള്ളത് നോക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോഷി റീമാൻ ഇക്വേഷൻസ് എന്താണ്, അതിൻ്റെ നെസസറി കണ്ടീഷൻസും കുറച്ച് കാര്യങ്ങളും നോക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.